നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, പലർക്കും ഉള്ളൊരു സംശയം, നമ്മൾ ഈ സൃഷ്ടാവ ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുന്നു, ആ ദൈവമാണ് വലുത്, അത് ഒരു മതത്തിലും കീഴ്പ്പെട്ട് നിൽക്കുന്ന ദൈവമല്ല, പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാണ്, അദൃശ്യമായ ഒരു ശക്തിയാണ്, ഇതൊക്കെ തിരിച്ചറിയുന്നു. അപ്പോൾ ഒരു ചെറുപ്രായത്തിലെ ഒരാള് ഈ കാര്യങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞിട്ട് ബാക്കി മതത്തിന്റെ ഈ വിധ ചടങ്ങുകളിലും കാര്യങ്ങളിലും ഒന്നും താല്പര്യം വരാതെ അല്ലെങ്കിൽ അതിലൊന്നും ഉൾപ്പെടാതെ സൃഷ്ടാവ ദൈവം മാത്രം മതി, ആ ദൈവത്തെ മാത്രം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഇരുന്നാൽ മതി എന്നൊരു വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഭാവി പ്രധാനമായിട്ട് വിവാഹം, മരണം, അല്ല മറ്റ് ബന്ധുക്കളുടെ കൂടെയുള്ള മറ്റ് പല കാര്യങ്ങൾ, അപ്പൊ ഇതൊക്കെ എങ്ങനെ സാധിക്കുക, ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഈ വ്യക്തിയുടെ മക്കൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ എങ്ങനെയാണ് അവരോട് ഇടപെടേണ്ടത്, അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും പലർക്കുണ്ട്. പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മാവിന്റെ വളർച്ച മനസ്സിലാക്കിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവരേണ്ടത്. ഇപ്പൊ നമ്മുടെ ആത്മാവ് സൃഷ്ടാവ ദൈവത്തിന്റെ ഒരു ഹൈ ലെവൽ, പോസിറ്റീവിന്റെ ഒരു ഹൈ ലെവലിലേക്ക് വരേണ്ട ഒരു ആത്മാവാണെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറയുമ്പോൾ ഉടനെ അയ്യോ ഞാനിപ്പോ അങ്ങനെ ചെയ്യേണ്ടി വരൂ, ഞാനിപ്പോ ഇങ്ങനെ ചെയ്യേണ്ടി വരൂ എന്ന് നിങ്ങൾ ചാടിക്കറി ചിന്തിക്കരുത്. ദൈവത്തിന്റെ സൃഷ്ടാവ ദൈവത്തിന്റെ ഹൈ ലെവലിൽ, ആ പോസിറ്റീവിന്റെ ഹൈ തലത്തിലേക്ക് വരേണ്ട ഒരു ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ നിങ്ങൾ ഈ പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകളുടെ അല്ലെങ്കിൽ ആ സൃഷ്ടാവ ദൈവത്തിന്റെ ആ ഹൈ തലത്തിൽ എത്താൻ പാകത്തിന് പല മേഖലകളും നിങ്ങൾ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അത് മതപരമായിട്ടുള്ള യാതൊരു സാധനങ്ങളും യാതൊരു കാര്യങ്ങളിലും നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒട്ടും താല്പര്യപ്പെടില്ല. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി ഒഴിവായി മാറിക്കൊടുക്കണം. അതേസമയം അത്ര ഹൈ തലമല്ല, കുറച്ചും കൂടെ താഴത്തെ തലമാണെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ പാകപ്പിഴകൾ അല്ലെ ചെറിയ ചെറിയ മതത്തിന്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അത്ര വിഷയം വരില്ല. പക്ഷെ നമ്മളിത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, നമ്മുടെ ആത്മാവ് ഏത് ലെവലിലുള്ളതാണ് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അപ്പൊ ഹൈ തലത്തിലോട്ട് പോകേണ്ട ആത്മാവിന് പ്രകൃതി മാത്രമേ ദൈവമായിട്ടുള്ളൂ, അതിനപ്പുറത്തോട്ട് ഒന്നിലും കീഴ്പ്പെടില്ല. എന്നാൽ ഈ പ്രകൃതിയിൽ എന്തുണ്ട്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ്, എല്ലായിടത്തും ആ ആത്മാവിന് പോകാൻ ഒരു മടിയും കാണില്ല, ഒരു ഇതും കാണില്ല. അപ്പൊ എനിക്ക് ചില വ്യക്തികളെ അറിയാം, ചില വലിയ ആത്മീയ വളർച്ചയോ അല്ലെങ്കിൽ ഭയങ്കരമായ ആത്മീയ മണ്ഡലത്തിലുള്ള വ്യക്തികളൊന്നുമല്ല, അടിസ്ഥാനപരമായിട്ട് സാധാരണ രീതിയിൽ ജീവിക്കുന്ന ചില വ്യക്തികൾ എനിക്ക് പരിചയമുണ്ട്. അവരിപ്പോ അന്നദാനം, ഒരു മുസ്ലിം സ്ഥലത്ത് അന്നദാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി ആഹാരമൊക്കെ കഴിക്കും. ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ വേണമെങ്കിൽ അവിടെയും പോയി ആഹാരം കഴിക്കും. ഒരു ഹൈന്ദവ രീതിയിൽ ഉത്സവ സമയത്തൊക്കെ അന്നദാനം അവിടെയും പോയി ആഹാരം കഴിക്കും. അവർക്കൊന്നും ആ വ്യക്തികൾക്ക് ഇത് ഇന്ന മതം അങ്ങനെയൊന്നും ചിന്ത വരും. ഇത് അടിസ്ഥാനപരമായിട്ട് വരുന്ന ഒരു മനസ്സാണ്. ആ ഒരു മനസ്സാണ് ശരിക്കും നമുക്ക് വേണ്ടത്, അല്ലാതെ ഭയപ്പെട്ട് മാറി നിൽക്കലല്ല. ഇതെല്ലാം പ്രകൃതിയിലുള്ളത് തന്നെയാണ്. ഇവിടെയൊക്കെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിലൊന്നിലും അടിമപ്പെടൂല അല്ലെ കീഴ്പ്പെടൂല. എന്നെ നോക്കുന്ന ഒരു ശക്തി, അതാണ് സൃഷ്ടാവായ ദൈവത്തിന്റെ ആ മെയിൻ അൾട്ടിമേറ്റ് പവർ. അതിലാണ് എനിക്ക് വിശ്വാസം എന്ന ഒരു ഒറ്റ വിശ്വാസത്താൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ മതത്തിന്റെ യാതൊരു കാര്യത്തിലും താല്പര്യം വരില്ല. അല്ലാതെ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ എന്ന് ആരുടെങ്കിലും ചോദിച്ചല്ല ഇത് ഒഴിവാക്കേണ്ടതും സ്വീകരിക്കേണ്ടതൊക്കെ. നമ്മുടെ ഉള്ളിൽ നിന്ന് താല്പര്യം വരാതെ ഇത് മതിയാക്കി മാറണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇതിന്റെ മെസ്സേജിലൂടെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ നോക്കണം, നിരീക്ഷിക്കണം. ആ മനസ്സ്, ഉപബോധ മനസ്സ് എന്ത് പറയുന്നു? മിക്കവർക്കും പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ മെസ്സേജ് കേൾക്കുന്ന വ്യക്തികളിൽ മിക്കവരും സൃഷ്ടാവ ദൈവത്തിന്റെ ഹൈ ലെവലിലേക്ക് വരേണ്ട ആത്മാക്കളാണ്. അവരുടെ ഉള്ളിൽ നിന്ന് ഞാനീ പറയുന്നത് കറക്റ്റാണ്, ശരിയാണ് എന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്തുകൊണ്ട് അവർക്കത് മനസ്സിലാവും, അവർ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ ഇവരത് കേൾക്കുന്ന സമയത്ത് ഉള്ളിൽ തട്ടുന്ന വിശ്വാസം അത് ഓക്കെ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾക്കാരെന്ത് വിചാരിക്കും, മറ്റവരെന്ത് വിചാരിക്കും, ബന്ധുക്കളെന്ത് വിചാരിക്കും, ഇത് ഇങ്ങനെ ചിന്തിച്ചും കൊണ്ട് ബോധമനസ്സിന്റെ താല്പര്യത്താൽ ഉപബോധ മനസ്സിൽ നിന്ന് കിട്ടിയ ഇതാണ് ശരി, ഇതാണ് കറക്റ്റ് എന്ന് കിട്ടിയതിനെ തള്ളിക്കളഞ്ഞും കൊണ്ട് ബോധത്തിൽ വരുന്നതിലൂടെ അവർ പിന്നെയും ജീവിക്കാൻ പോകും. അപ്പോൾ ആത്മാവ് നമുക്ക് എതിരായി മാറും. ഇതിലാദ്യം നമുക്ക് വേണ്ട ഒരു പ്രധാന കാര്യം, നമ്മുടെ ഉള്ളിൽ നിന്നും ഇതാണ് ശരി, ഇങ്ങനെ മതി എന്ന് നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു ഇൻഫർമേഷൻ
അല്ലെങ്കിൽ ഒരു മറുപടി നമ്മുടെ അകത്ത് കിട്ടിയാൽ അത് പാലിക്കാൻ പഠിക്കണം. അവിടെ പിന്നെ ബന്ധുക്കളാണെങ്കിലോ അച്ഛനാണെങ്കിലോ അമ്മയാണെങ്കിലോ ആരെന്ത് പറഞ്ഞാലും എന്റെ ശരി ഇതിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സാണ് ആദ്യം വേണ്ടത്. അല്ലാതെ ചെയ്യാമോ, അതിങ്ങനെ ശരിയാണോ തെറ്റാണോ ഇങ്ങനെ കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതങ്ങ് ചെയ്തു പോകണം. പക്ഷെ ആത്മാവിന് അത് തൃപ്തിയല്ല. അത് നല്ല വളർച്ചയിൽ പോകേണ്ട, അല്ലെ വളർന്നിരിക്കുന്ന ഒരു ആത്മാവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒന്നും മാറാതെ അതങ്ങനെ തന്നെ നിൽക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവീയ സൃഷ്ടാവ് ദൈവത്തിലേക്ക് വന്നതിന്റെ പേരിൽ നെഗറ്റീവ് ശക്തികൾ കൂടുതൽ നിങ്ങളെ ട്രാപ്പ് ചെയ്യുകയും അല്ലെ കൂടുതൽ ശല്യം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണം, ഞാൻ എത്തേണ്ട രീതിയിൽ ഞാൻ വളർന്നു വന്നിട്ടില്ല എന്ന തിരിച്ചറിവ് വരണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ചിലർക്ക് ഈ കാര്യങ്ങളെ കേട്ടിട്ട് അവരെ പ്രാർത്ഥന മാത്രം അമ്പലത്തിൽ പോവുകയോ പള്ളിയിൽ പോവുകയോ ഒക്കെ ചെയ്യും. പക്ഷെ പ്രാർത്ഥന മാത്രം സൃഷ്ടാവ ദൈവത്തിലോട്ട് മാത്രമായി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഴയതുപോലെയാണ്. പ്രാർത്ഥന മാത്രം ആ സൃഷ്ടാവ ദൈവത്തെ തിരിച്ചറിയുന്നു, ആ ദൈവത്തെ മാത്രം പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം താനെ മാറി വരുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം, നിങ്ങളുടെ ആത്മാവിന്റെ റേഞ്ച് അത്രയേ ഉള്ളൂ, അത് മതി. നിങ്ങൾക്കത് ശരിയാകുന്നില്ല, വിഷയങ്ങളാണ്, പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നും മാറുന്നില്ല. ഞാൻ പറയുന്ന പോലെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഫലം വരുന്നില്ലെങ്കിൽ മനസ്സിലായിക്കൊള്ളണം, നിങ്ങളുടെ ആത്മാവിന് ഇതിൽ തൃപ്തി വരുന്നില്ല, ഇനിയും ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു. അപ്പൊ എവിടെയൊക്കെയാണോ നിങ്ങൾ ഇനി മാറേണ്ടത്, എന്തൊക്കെയാണോ ഒഴിവാക്കേണ്ടത്, അതെല്ലാം എന്റെ മെസ്സേജിലൂടെ തിരിച്ചും മറിച്ചുമൊക്കെ കേട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കണം, മാറേണ്ടതെല്ലാം മാറണം. അവിടെ വീട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ തന്നെ തോറ്റു കൊടുത്താൽ അല്ലെ താഴ്ന്നു കൊടുത്താൽ നിങ്ങളുടെ ആത്മാവിന് നിങ്ങളുടെ തന്നെ ദേഷ്യം വരും. ആത്മാവ് ശ്വാസം വിട്ടിരിക്കുക, അകത്തിരുന്നും കൊണ്ട് വളരാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നു എന്ന തിരിച്ചറിവ് ആദ്യം നിങ്ങൾ ഉണ്ടാക്കണം, നിങ്ങളത് മനസ്സിലാക്കിയെടുക്കണം. ഇനി ദൈവത്തിന്റെ സൃഷ്ടാവ ദൈവത്തിലേക്ക് ഒരാൾ എത്തി ഹൈ ലെവലിലേക്ക് എത്തണം. ആ എത്തുമ്പോൾ ഞാൻ നേരത്തെ ആ എത്തേണ്ട ആത്മാവാണെങ്കിൽ യാതൊരു മതപരമായിട്ടുള്ള യാതൊരു കാര്യത്തിലും ഒരു താല്പര്യവും നിങ്ങളുടെ ആത്മാവിന് കാണൂല. ഇപ്പൊ കല്യാണം പറഞ്ഞല്ലോ, കല്യാണം എങ്ങനെ കഴിക്കും? ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടും, നമ്മളുടെ റേഞ്ച് അനുസരിച്ചുള്ള ഒരു പെണ്ണാണോ എന്ന് അല്ലെങ്കിൽ പുരുഷനാണോ എന്ന് പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കും. മാതാപിതാക്കൾ നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളുടെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരുടെ അടുത്ത് കാര്യം പറയും, അവർ അത് സ്വീകരിപ്പിച്ച് അല്ലെങ്കിൽ അവരത് അംഗീകരിച്ച് നമ്മുടെ വിവാഹം നടത്തും. പക്ഷെ നമുക്കൊരു ഒരിക്കലും ഇതിൽ തെറ്റ് പറ്റൂല. ഇതാദ്യം തിരിച്ചറിയണം. നമ്മൾ സൃഷ്ടാവാൻ ദൈവമായിട്ടൊരു ബന്ധം വരികയും ആ ദൈവത്തിൽ പ്രാർത്ഥിക്കും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാഴ്ചകളും ദർശനങ്ങളൊക്കെ കണ്ട്, അതാണ് ഈ ബന്ധത്തിന്റെ അടയാളം എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് ബന്ധമൊന്നും വന്നിട്ടില്ല. അത് നമ്മൾ സത്യം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നേ ഉള്ളൂ. ബന്ധം ആ ഒരു കണക്ഷൻ വരുന്നു, ആത്മാവ് കുറച്ച് പവർഫുൾ ആയിട്ട് ആ ദൈവമായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറ്റ് ശക്തികളിലൂടെ ഏതെങ്കിലും വഴിയിലൂടെ നമ്മുടെ ജീവിത കാര്യങ്ങളെല്ലാം നിമിത്തങ്ങളിലായി കറക്റ്റ് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി തുടങ്ങും. മാത്രമല്ല ദർശനങ്ങളിലൂടെയും കാഴ്ചകളിലൂടെയൊക്കെ നമ്മുടെ വരും വരായികളും ഭാവി കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാൻ തുടങ്ങും. അതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകും. ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിക്ക് വിവാഹ സമയത്ത് ഒരു അബദ്ധം പറ്റൂല. കാരണം മറ്റു ശക്തികൾ നമ്മളെ നിമിത്തം പോസിറ്റീവാക്കി കൊണ്ടുവരുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ വരുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ വരുന്ന പങ്കാളിയെ നമ്മൾ വീട്ടുകാർ അംഗീകരിച്ചിരിക്കും. അപ്പൊ അവിടെ ആ ഒരു വിഷയത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ സൃഷ്ടാവാൻ ദൈവമായിട്ട് ബന്ധം വരുമ്പോൾ എങ്ങനെ ഞാൻ കല്യാണം കഴിക്കും, അപ്പൊ അവിടെ തെറ്റിപ്പോകൂലേ എന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിമിത്തത്തിലൂടെ നമുക്ക് അനുയോജ്യമായതേ നമ്മളെടുത്ത് എത്തുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇനി മരണശേഷം മരണം എങ്ങനെ, മരിച്ചിട്ട് എന്ത് ചെയ്യും, മരിച്ചിട്ട് എന്ത് ചെയ്യാൻ? ഞാൻ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ദൈവമേ, ഞാനിപ്പോ ഒന്നിലുമില്ല, ഒരു മതത്തിലും അടിപ്പെട്ടിട്ടില്ല, ഒന്നിനും പോകുന്നില്ല, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഊർജ്ജത്തെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ നേരിട്ട് ആർജിക്കുന്നു. അപ്പൊ എനിക്ക് ഒരിടത്തൊന്നും ആർജിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ആ ലെവലിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ഒരു മരണം എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്റെ ബോഡി എവിടെ, അമ്പലത്തിലാണോ, കത്തിക്കുകയാണോ, അല്ലെങ്കിൽ അവിടെ കുഴിച്ചിടുന്നയാ, എന്താണ്? അപ്പൊ ദൈവം പറയുന്നത് എവിടെ മരിക്കുന്നു അവിടെ ആ ബോഡി കിടക്കും. ആ ബോഡി എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവർ വേണം തീരുമാനിക്കാൻ, ഞാനല്ല. ഞാൻ മരിക്കുമ്പോൾ ബോഡി അവിടെ കളഞ്ഞിട്ട് ഞാൻ എന്റെ ആത്മാവ് ഇവിടുന്ന് ഈ നശിച്ച ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്ന രീതിയിലാണ് ഇവിടുന്ന് ഓടുന്നത്. അപ്പൊ പിന്നെ ശരീരത്തെ ഞാൻ മൈൻഡ് ചെയ്യില്ല. ഈ ശരീരം എന്ത് ചെയ്യണമെന്ന് ബാക്കി എന്റെ കൂടെയുള്ളവരോ അടുത്ത വീട്ടുകാരോ നാട്ടുകാരോ ആണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ അവർക്കാണ് ബുദ്ധിമുട്ട്. അപ്പൊ അവർ ചിലപ്പോൾ കത്തിച്ച് കളയും, ചിലപ്പോൾ കുഴിച്ചിടും. ഇനി രണ്ടും ചെയ്തില്ലെങ്കിൽ കോർപ്പറേഷൻ അവർ എടുത്തുകൊണ്ട് പോകും, അവരവരുടെ രീതിയിൽ അവർ മാറ്റി. കാര്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഒരു മനസ്സ് വരണം. ഇതൊക്കെയാണ് ഞാൻ ഈ ആത്മീയത്തിന്റെ ഹൈതലത്തിൽ പോകേണ്ട വ്യക്തികളുടെ ചിന്താഗതികൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതാണ്. എല്ലാവർക്കും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല. പറ്റാത്തവർ അതിനുവേണ്ടി ആ ലെവലിൽ ചിന്തിക്കേണ്ട, നിങ്ങൾക്കത് മതി. പക്ഷെ ഇതൊക്കെ പറ്റും, ഇതല്ലേ ശരി, ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് നിങ്ങൾ അങ്ങനെ മനസ്സാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം.
നിങ്ങളും ആ ഹൈ തലത്തിലോട്ട് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആത്മാക്കളാണ്. അവർക്ക് ഞാനീ പറയുന്നവരൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇനി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനോ അവരെ മനസ്സിലാക്കിച്ചുകൊണ്ടോ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകില്ല. എന്റെ മനസ്സിലൊരു ശരി, ആ ശരി എവിടെ നിന്ന് കിട്ടി? ഇതേപോലുള്ള അറിവുകളിലൂടെയും ധ്യാനത്തിലൂടെയും ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയൊക്കെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന ആ അറിവിൽ ഞാൻ ഉറച്ചു നിൽക്കും. അവിടെ ഇപ്പം അച്ഛനായാലും അമ്മയായാലും മറ്റ് ബന്ധുക്കളായാലും നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന എന്റെ ഉള്ളിൽ കിട്ടിയ ശരിയിലേ ഞാൻ നിൽക്കുകയുള്ളൂ. അതാണ് വേണ്ടത്. അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യരുത്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോകുന്നവർക്ക് അതിലൂടെ തൃപ്തിയായിട്ട് പോകാൻ പറ്റുന്നു. കാര്യങ്ങളൊക്കെ ഓക്കെ, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് അത്ര മതി. പക്ഷെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ക്ലിയർ ആകുന്നില്ല, പിന്നെയും തടസ്സങ്ങളാണ്, ബുദ്ധിമുട്ടാണെങ്കിൽ മനസ്സിലായിക്കോണം നിങ്ങളുടെ ആത്മാവിന് ഒട്ടും തൃപ്തിയായില്ല. അപ്പൊ അതല്ല വേണ്ടത്. നിങ്ങളുടെ ആത്മാവ് കുറച്ചുകൂടെ പവർഫുൾ ആണ്, ഒത്തിരി വലുത്. അപ്പോൾ ഒരുപാട് നിയമങ്ങൾ ഇനി കർശനമായി നിങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഞാനീ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഒരേപോലെ അല്ല ഈ കാര്യങ്ങൾ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് സൃഷ്ടാവ് ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പൊ പള്ളിയിൽ പോയാലോ അമ്പലത്തിൽ പോയാലും എവിടെ പോയാലും ആ ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ചിരിക്കുന്നവർക്ക് വരെ കാര്യങ്ങൾ ഓക്കെ ആയി വരുന്നെന്ന് എനിക്ക് പലരും വിളിച്ച് പറയാറുണ്ട്. പ്രാർത്ഥന മാറ്റിയപ്പോൾ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആയി വരുന്നു എന്ന് പലരും പറയാറുണ്ട്. അപ്പൊ അതങ്ങനെ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ അത് മതി. അതിനപ്പുറത്തോട്ട് നിങ്ങൾ ഒന്ന് ഒഴിവാക്കുകയോ വേറെ ബന്ധുക്കളെ അകറ്റി നിർത്തി ഒന്നിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ആത്മീയത്തിന്റെ ഹൈ തലത്തിലോട്ട് പോകേണ്ട ആത്മാവാണെങ്കിൽ പല ബന്ധുക്കളെയും ഉപേക്ഷിക്കേണ്ടി വരും, സുഹൃത്തുക്കളെ ഉപേക്ഷിക്കേണ്ടി വരും. നമ്മളുടെ റേഞ്ചിലുള്ളവരുടെ മാത്രമേ നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് വളരില്ല. കാരണം നമ്മളുടെ റേഞ്ച് വേറെയാണ്. അപ്പൊ അത് നിങ്ങൾ തന്നെ അനുഭവത്തിലൂടെ അത് തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്റെ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ ഇതിൽ എല്ലാ തരങ്ങളും തിരിച്ചു മറിച്ചും പല മെസ്സേജിലൂടെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ സ്വന്തം പരീക്ഷിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ഇനി മക്കളെ എങ്ങനെ വളർത്തും, മക്കളെ ഏത് രീതിയിൽ കൊണ്ടുവരും? നമുക്ക് ദൈവത്തെ മനസ്സിലാക്കി, നമ്മൾ അമ്പലവും പള്ളിയും ഒന്നും ഒഴിവാക്കി, ഇതിലൊന്നിനും എനിക്ക് താല്പര്യം വരുന്നില്ല, ഞാൻ മതിയാക്കി. പക്ഷെ എന്റെ മക്കളെ അവരെങ്ങനെ നയിക്കും? അത് ഞാൻ മുമ്പൊരു മെസ്സേജിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. കൊച്ചുകുട്ടികളാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു മതത്തിൽ നമ്മളുണ്ടായിരുന്നല്ലോ, നമ്മൾ ഏതെങ്കിലും മതത്തിലാണല്ലോ നമ്മൾ നിന്ന് വളർന്ന് ഈ ലെവലെത്തിയത്. അപ്പൊ ആ മതത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങളിലൂടെ കൊച്ചുകുട്ടികളെ കൊണ്ടുവന്നിരിക്കണം. അവരെ ഭക്തി അവർക്ക് വന്നിരിക്കണം. അത് ആദ്യം ചെയ്യിപ്പിച്ച് അതിലൂടെ ഇപ്പൊ അതിൽ ഉത്സവം കാണും, മറ്റ് പരിപാടികൾ കാണും. ഇപ്പൊ തന്നെ ശിവരാത്രി, ഇത് അല്ലെങ്കിൽ ക്രിസ്മസ്, ന്യൂ ഇയർ, അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ നബിദിനം, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാത്തിനും അവർക്ക് പങ്കാളിയാവണം. അത് മനസ്സിലാക്കണം. എന്നിട്ട് അതിന്റെ പിന്നിലെ തത്വം എന്താണെന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ദേവന്മാർ ദേവിമാരാണെങ്കിൽ അതെല്ലാം മറ്റ് അദൃശ്യ ശക്തികളാണെന്നും ഇതൊന്നും ദൈവമല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം, നബി ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം. ചുമ്മാ ഒരു ആഘോഷം പോലെ കൊണ്ട് എൻജോയ്മെന്റ് എല്ലാവരും ചെയ്യുന്നതിൽ ചെയ്യിക്കാതെ ഇതിന്റെ എന്തിനാണെന്നും ഇത് ആരാണെന്നും എന്താണ് സംഭവിച്ചെന്നുള്ള തത്വം നിങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലൂടെ അവരെ വളർത്തണം. അങ്ങനെ വളർത്തി ഒരു ലെവലാകുമ്പോൾ ആത്മാവ് പവർഫുൾ ആയിട്ട് നിൽക്കുന്ന മക്കളാണെങ്കിൽ അവർ നമ്മളോട് പല തത്വങ്ങളും തിരിച്ചു പറയുകയും പല സംശയങ്ങളും നമ്മളോട് തിരിച്ചു ചോദിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ചോദിക്കുന്ന മക്കൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ അവർ താനെ ഈ മതത്തിന്റെ എല്ലാം അവർ തന്നെ ഒഴിവാക്കി ശരിക്കും അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള ദൈവത്തെ നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരേ എന്ന് പറഞ്ഞ് അവർ തന്നെ അത് മാറി വന്നോളും. അപ്പം അതും നിങ്ങളുടെ മക്കളുടെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് വേണം പറഞ്ഞു കൊടുക്കാൻ. അല്ലാതെ കൊച്ചുകുട്ടികൾക്ക് ഇപ്പൊ യാതൊരു ഇതിൽ കിട്ടുന്ന ഒരു അറിവോ ജ്ഞാനോ ഒന്നും വരുന്നില്ല. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ജന്മനാൽ കിട്ടുന്നതാണ്. അവർക്ക് ഒരുപാട് സംശയങ്ങൾ കുറച്ച് ചെറുതിലേ വരും. അതാണ് ജ്ഞാനത്തിന്റെ ലക്ഷണം. കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് അറിവുകൾ നേടിയ ആത്മാവാണെങ്കിൽ ഈ ജന്മത്തിൽ ജന്മനാൽ ജ്ഞാനിയായിരിക്കും. അപ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ രീതിയിലുള്ള ഈ മേഖലയിൽ ഒരുപാട് സംശയങ്ങൾ നമ്മളോട് ചോദിക്കും. നമ്മൾ പോലും ചിന്തിക്കാത്ത സംശയങ്ങൾ കൊച്ചുകുട്ടികൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരെ ആ ലെവലിൽ വലിയ ലെവലിലേക്ക് അവരെ കൊണ്ടുവരേണ്ടിയുണ്ട്. അതേസമയം ഇതൊക്കെ വെറും ഒന്നുമില്ല, അതൊക്കെ ഭക്തിയിൽ അധികം ഭക്തിയായിട്ട് നിന്ന് വീട്ടിലെ വയസ്സായ അതിഭക്തിയുള്ളവരെ കണ്ട് അതിൽ തന്നെ നിൽക്കുന്ന, അതിൽ ഭയങ്കരമായിട്ട് മുഴുകി നിൽക്കുന്ന കുട്ടികളെയൊക്കെ ആ ലെവലിൽ തന്നെ കൊണ്ടുപോകണം. പക്ഷെ അവർക്ക് ദൈവത്തെക്കുറിച്ചും മെയിനായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഈ പ്രകൃതിയിലെ മനുഷ്യന് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ, അതായത് ഒരു കുട്ടിയെ മതത്തിൽ നിന്നൊക്കെ ഉപരി മനുഷ്യനാക്കി സാധാ ഒരു മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കണം, എന്താണ് നീതി, ന്യായം, ധർമ്മം എന്താണ്, ഇത് വേണം യാതൊരു കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. മതത്തിന്റെ നിയമങ്ങൾ, ആ ചടങ്ങുകളൊക്കെ രണ്ടാം കാര്യം, അതൊക്കെ വേണം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചിരിക്കണം. മതപരമായിട്ടുള്ളതെല്ലാം നിർത്തിച്ചിട്ട് സൃഷ്ടാവ ദൈവം എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ കൊണ്ടുവരരുത്. തെറ്റാണ്, അവരങ്ങനെ വരൂല. അവർക്കൊരു പ്രായപൂർത്തിയായി സ്വതന്ത്രമായ മനസ്സ് വന്നിട്ട് അവർ തന്നെ സംശയങ്ങളും കാര്യങ്ങളും ചോദിച്ച് അവർ തന്നെ മനസ്സിലാക്കി വേണം ഇത് അവര് നമ്മളുടെ റേഞ്ചിലേക്ക് എത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അത് പിന്നീട് ചെയ്തോളും. പിന്നെ ചില കുട്ടികളൊക്കെ
ഇപ്പോഴത്തെ കാലത്ത് ഈ മൊബൈലിലും ഈ യൂട്യൂബിലും ഇതിലൂടെയൊക്കെ പല അറിവുകളും അവർ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കിപ്പം പണ്ടത്തെ കുട്ടികളെ പോലെ മതത്തിന്റെ ചിട്ടാവട്ടത്തിൽ നിന്ന് ഒതുക്കി കൂട്ടിയെന്ന് ഇപ്പോഴത്തെ കുട്ടികളെ വളർത്താൻ പറ്റില്ല. അപ്പൊ അവർ തന്നെ ഇതൊക്കെ കണ്ടിട്ട് പല സംശയങ്ങളിലൂടെ അവർ തന്നെ ചില തീരുമാനം എടുത്തിട്ട് നമ്മളെ ധിക്കരിച്ച് എതിർക്കുകയും ചെയ്തിരിക്കും. അപ്പം പണ്ട് വളർത്തും പോലെ അടിമപ്പെടുത്തിക്കൊണ്ട് നമ്മളെ മക്കളെ നമുക്ക് വളർത്താൻ പറ്റൂല ഈ കാലഘട്ടത്തിൽ. അപ്പൊ അവർക്ക് ശരി പറഞ്ഞു കൊടുക്കുക, അവരെ സ്വതന്ത്രമായി വിടുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഇതാണ് ശരി ഇതാണ് തെറ്റെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ തന്നെ തീരുമാനിച്ച് കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ പ്രായപൂർത്തി ഇപ്പൊ കൗമാരക്കാരായിട്ടുള്ള പിള്ളേർ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. അവരിത് കേട്ടതിനെ തള്ളിക്കളയും. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം, അവരുടേതായിട്ടുള്ള ലോകമുണ്ട്. പക്ഷെ നമ്മൾ ഈ ശരിയും തെറ്റും അവർക്ക് പറഞ്ഞു കൊടുത്താലേ ആ ലോകത്ത് അവർ മതിമറന്ന് ജീവിക്കുമ്പോൾ മറ്റ് അദൃശ്യ ശക്തികൾ ഇപ്പൊ നമ്മളൊക്കെ സൃഷ്ടാവ് ദൈവത്തിലോട്ട് എത്തുമ്പോൾ നമ്മുടെ മക്കളെ രക്ഷിക്കാനായിട്ട് സൃഷ്ടാവ് ദൈവം തന്നെ മറ്റ് അദൃശ്യ ശക്തികളിലൂടെ നമ്മുടെ മക്കൾക്ക് ചില സാഹചര്യങ്ങൾ ഒരുക്കും. ചില കഷ്ടങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ അവർക്ക് അവരുടേതായ രീതിയിൽ വരുമ്പോൾ നമ്മൾ ഇതിന്റെ കാരണം ഇതാണ്, ഇങ്ങനെ വേണം അവിടെ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയുകയും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് വെച്ച് ആ കുട്ടികൾ അപ്പോഴത് മനസ്സിലാക്കി താനെ അവരുടെ പ്രവൃത്തിയും രീതിയൊക്കെ മാറ്റുകയും ചെയ്യും. അങ്ങനെ അവർ തന്നെ വളരെ കുറച്ച് നാൾ കൊണ്ട് നല്ല ലെവലിലേക്ക് ആത്മീയപാതയിലേക്ക് ആത്മീയ വളർച്ച അവർക്ക് വന്നിരിക്കും. പക്ഷേ അറിവ് നമ്മൾ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളും ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതിന്റെ കാരണം ഇന്നതാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകും. അപ്പൊ അവർ പിന്നെ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ, ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ഒരു കർമ്മം ചെയ്താൽ അതിന്റെ ഫലം ഇങ്ങനെ വന്നിരിക്കും, ഇങ്ങനെ വരും, ഇത് നീ അനുഭവിക്കേണ്ടി വരും, നീ അത് ശ്രദ്ധിച്ചു കൊള്ളണം, അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം, ഇങ്ങനെ കുട്ടികളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ സാഹചര്യം വരുമ്പോൾ അവർ തന്നെ നമ്മൾ ഈ പറഞ്ഞത് ഓർത്ത് അവരതിൽ നിന്ന് തന്നെ രക്ഷപ്പെടും. അല്ലെ നമ്മളവരെ പിറകെ പോയി നമ്മൾ അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഈ കാലഘട്ടം അങ്ങനെയാണ്. പക്ഷെ ഈ വരും വരായികൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഈ അറിവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർ അവരുടെ രീതിയിൽ ജീവിക്കുകയാണ്. സാഹചര്യങ്ങൾ ഒരുക്കി അവരെ ദൈവം വഴി തെറ്റിപ്പോവാതെ അല്ലെങ്കിൽ അവർ കുടുങ്ങിപ്പോകാതെ അല്ലെങ്കിൽ അവർക്കൊരു അപകടം വരാതെ കാത്തുകൊള്ളണം എന്ന് ദൈവത്തോട് സ്ഥിരമായി പ്രാർത്ഥിക്കണം. അറിവുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. നിർബന്ധിച്ച് അടിമപ്പെടുത്തി നമ്മൾ നമ്മുടെ തത്വങ്ങളൊന്നും ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ വരുമ്പോൾ വിരോധം വരും, പിന്നീട് അകൽച്ച നമുക്കുണ്ടായി വന്നിരിക്കും. അപ്പൊ അങ്ങനെയല്ല, സ്നേഹത്താൽ കാര്യം പറയുക, അവരവരെ ഇഷ്ടത്തിന് വിട്ടയക്കുക. കാരണം നമുക്കറിയാമല്ലോ, കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇനി അവർ തെറ്റുമ്പോൾ അപ്പോഴവർ പഠിച്ച് വന്നോളും. ഇതാണ് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട രീതികൾ. അവരുടെ രീതിയിൽ ഇപ്പോൾ പള്ളിയാണെങ്കിലും എന്ത് അമ്പലമാണെങ്കിലും അവരുടെ എൻജോയ്മെന്റിലേക്ക് അവരെ വിടണം. പക്ഷെ വളർച്ച വന്ന ഇതൊക്കെ വെറും മതചടങ്ങുകളാണെന്ന് ഇതിലൊന്നും ഇല്ലെന്ന് തിരിച്ചറിവുള്ള നമ്മൾ ഇതിന്റെ പിറകെ ആഘോഷിക്കാൻ പോകേണ്ട ആവശ്യം വരുന്നില്ല. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്ന തരത്തിലുള്ള ഒരു ആത്മാവാണ് നമ്മുടെ ആത്മാവെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ പ്രശ്നങ്ങൾ വരും. കാരണം നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരേണ്ടത് നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ആത്മാവ് പവർഫുൾ ആവുമ്പോഴാണ് ഇതെല്ലാം തന്നെ മാറുന്നത്. എങ്ങനെയാണ് ആത്മാവ് പവർഫുൾ ആവുന്നത്? നമ്മുടെ ആത്മാവിന് വേണ്ട ആഹാരം അല്ല ആ ആത്മാവിന്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് പവർഫുൾ ആവുന്നത്. എന്താണ് നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടങ്ങളും രീതികളും? പ്രകൃതി ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥകളും നിയമങ്ങളും പാലിക്കണതാണ് നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടം. അല്ലാതെ നമ്മുടെ ആത്മാവിന് നമ്മുടെ അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, മക്കൾ ഇതൊന്നും അല്ല നമ്മുടെ ആത്മാവിന് വേണ്ടത്. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ ജീവിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ, പ്രകൃതി രഹസ്യങ്ങളും തത്വങ്ങളും പഠിക്കുക, എന്തെങ്കിലും ജോലി ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക, പൂർത്തീകരിക്കുക, തിരിച്ച് ദൈവത്തിലേക്ക് പോവുക. ഇത്രയേ ആത്മാവിനുള്ളൂ. വ്യക്തികളോ നമ്മുടെ ബിസിനസ്, നമ്മുടെ സാമ്പത്തികം ഇതൊന്നിലും ആത്മാവിന് യാതൊരു വിഷയമില്ല. ഇതെല്ലാം ഭൗതികപരമായിട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം ഇത് സക്സസ് ആയി മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭൗതിക തലത്തിൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെ ആത്മാവ് വേണം നമുക്കിതൊക്കെ ചെയ്തു തരേണ്ടത്. എങ്ങനെ ചെയ്തു തരും? മറ്റദൃശ്യ ശക്തികൾ അതിന് സഹായത്തിനുണ്ട്. ദൈവവും ഈ അദൃശ്യ ശക്തികളെല്ലാം സഹായിക്കുന്നത് നമ്മളെ അല്ല, നമ്മളെ ആത്മാവിനെയാണ് സഹായിക്കുന്നത്. നമ്മൾ എന്ന് പറയുന്ന വ്യക്തി താൽക്കാലികമാണ്. മരിക്കുമ്പോൾ ഈ മനസ്സും നശിച്ചു പോകും, ശരീരവും കത്തിപ്പോവുകയോ ഭൂമിയിൽ അഴുകിപ്പോവുകയോ ചെയ്യും. പക്ഷെ ആത്മാവിന് മരണമില്ല. അത് പണ്ടേക്ക് ഉള്ളതാണ്. ഇനിയും ഭാവിയിലും അത് എന്നേക്കും നിലനിൽക്കുന്ന സാധനമാണ്. ഇത് ഈ ആത്മാവിനെ സംരക്ഷിക്കാനും ഈ ആത്മാവിനെ വളർത്താനുമാണ് മറ്റ് അദൃശ്യ ശക്തികളും ദൈവത്തിനും താല്പര്യം. അതേ സംഭവിക്കുകയുള്ളൂ. ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ നിന്ന് ആത്മാവിനെ വളർത്തി കൊടുത്താൽ നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം താനെ ക്ലിയറായി മാറി മാറി വരും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.